ചാന്ത് കുടഞ്ഞ മാനം സൂര്യത്ത് തന്നെ ഓഡിയോക്ക് മുമ്പ് തന്നെ ഞാനും രേണുസുധിയും ഡിബിൻ്റെ മണ്ണും കൂടി ഒരുമിച്ചിട്ട് ഒരു കേരളം മൊത്തം കത്തുന്ന രീതിയിൽ ഒരു റീൽ ചെയ്യാൻ ഞങ്ങൾ വിചാരിച്ചിരുന്നു. ഈ ഓഡിയോ പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഞാനാണ് ഡിബിൻ രമണോട് ഞാനാണ് രേണുസുധിനെ കോൺടാക്ട് ചെയ്തത്. ഫസ്റ്റ്ലി ഞാനാണ് കോൺടാക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു രേണു എൻ്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് എനിക്ക് അയക്കാറുണ്ട്. പറഞ്ഞു രേണു നിങ്ങളെ നീ വീഡിയോസൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്, ഫോണിലൊക്കെ എടുക്കുന്നത് കാണുന്നുണ്ട്. അപ്പം ഒരു സിനിമാറ്റിക് ലെവലിൽ ഒരു നല്ല അടിപൊളി വീഡിയോ റീല് എടുക്കാൻ ഓക്കെ ആണോ? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല രേണുസുധി ഓക്കെ പറയുമെന്ന്. എന്നുവെച്ചാൽ ഹസ്ബൻഡ് മരിച്ചു ഒരു 8-9 മാസമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഞാനൊരു വെറുതെ മെസ്സേജ് അയച്ചാ എന്നോട് പുള്ളിക്കാരത്തി പറഞ്ഞു ദാസേട്ടാ നിങ്ങളെ പരിപാടിയൊക്കെ കാണാറുണ്ട്, നമുക്ക് എന്തായാലും ചെയ്യാം. ഓക്കെ. ആ സമയത്താണ് ഡിബിൻ ഡമൺ എനിക്ക് നേരത്തെ കോണ്ടാക്ട് ഉണ്ട്, അറിയാം. ഒരു ബന്ധപ്പെട്ട വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഡിബിൻ ഡമൺ എൻ്റെ ക്യാമറമാനായിരുന്നു. അപ്പം ഡിബിനെ വിളിച്ചപ്പോൾ ഡിബിൻ്റെ ഔട്ട് സൂപ്പറാണ്, ഒന്നും പറയില്ല. ഞാൻ പ്രവർത്തിച്ച ഒരു 10-20ഓളം ക്യാമറമാനിൽ ഏറ്റവും മികച്ചെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഔട്ട് ഡിബിൻ ഡമണിൻ്റെ ഔട്ടാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ പുള്ളിനോട് പറഞ്ഞു ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ആരാ ദാസേട്ടാ? അവൻ രേണുസുധിയാണ്. അങ്ങനെ പറഞ്ഞു അവൻ രേണുസുധി. ദാസേട്ടാ ഇത് കത്തും, ഏതാ പാട്ട്? ഞാൻ പറഞ്ഞ പാട്ട് ഞാൻ പറയാം. അങ്ങനെ രാവിലെ ഞാൻ മോർണിംഗ് എൻ്റെ ഓഫീസിലേക്ക് എൻ്റെ സ്വിഫ്റ്റ് കാറായിട്ട് പോകുന്ന സമയത്താണ് FM-ൽ ഈ പാട്ട് കേൾക്കുന്നത്. ചാന്ത് കുടഞ്ഞൊരു മാനം. ഇപ്പം എൻ്റെ തലയ്ക്ക് കത്തി പെട്ടെന്നൊരു സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ആ വണ്ടി സൈഡാക്കി രേണുവിനെ വിളിച്ചു. രേണു ഇങ്ങനെ ഒരു പാട്ട് ചേട്ടാ, ഈ പാട്ട് എനിക്ക് ഇഷ്ടമായി, ഞാൻ ഈ പാട്ടിൻ്റെ ഒരു റീൽ ഇപ്പം കണ്ടിട്ടുള്ളൂ പുള്ളിക്കാരത്തി പറഞ്ഞു. ഡിബിനെ വിളിച്ചു സെറ്റാക്കി. ഒരു ശനിയാഴ്ച മോർണിംഗ് വൈപ്പിനിലാണ് ഇച്ചിരി ഷൂട്ട് ചെയ്തത്, വൈപ്പിൻ ബീച്ചിൽ. രേണു വന്നു, രേണു ബസ് ഇറങ്ങി. വൈപ്പിന് നമ്മളെ വൈറ്റിലെ ഹബ്ബിലാണ് രേണു ബസ് ഇറങ്ങി. രേണുവിനെ ഞങ്ങൾ കൂട്ടി, ഡിബിനും വന്ന് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തൊരു വീഡിയോ ആണ്. എന്താ വെച്ചാൽ ഒരു ദിവസം നമുക്ക് 1, 2, 3, 4, 5 റീലെടുക്കാം. ഡിബിൻ ഡമണിൻ്റെ ഔട്ട് പെർഫെക്റ്റ് ആണ്. ഡിബിൻ ഡമൺ ഒറ്റ റീലെടുത്തത് സിനിമാറ്റിക്. രാവിലെ ഞങ്ങൾ 8 മണിക്ക് 7 മണിക്ക് തുടങ്ങി 10-10:30 അറിയില്ല. ഒരു നമ്മളെ ഡ്രോൺ ഷോട്ടൊക്കെ വെച്ചിട്ടില്ല. കത്തി കേരളം കത്തി മനസ്സിലായില്ല.